എന്താണ് കാര്യങ്ങൾ? ആ, സ്കിറ്റിന്റെ കാര്യങ്ങൾ അല്ലേ? അറിയാം. പക്ഷെ സ്കിറ്റിന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. വിഷമിക്കണ്ട, ഇപ്രാവശ്യം ഭയങ്കര ടഫുള്ള കാര്യമല്ലേ. പുതിയ കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ പഴയ കാര്യങ്ങളാണ് അറിയാൻ ഭയങ്കര പാട്. നീ വിഷമിക്കണ്ട, ഞാൻ എൻ്റെ സൂപ്പർ ഡാഡിയോട് പറയാം. ഡാഡിക്കാവുമ്പോൾ എല്ലാം പഴയ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം നമുക്ക് അടിപൊളിയാക്കും ഇപ്രാവശ്യം സ്കിറ്റ് നമ്മൾ തന്നെ ജയിക്കും. എന്തേലും നമുക്ക് നോക്കാലോ. ഞാൻ ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ. അച്ഛൻ സമ്മതിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒന്ന് പോയി സോപ്പിട്ട് വരാം. എന്നാൽ ശരി, ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് നിന്നോട് പറയാം. പിന്നെ ബൈ. ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പോയി നോക്കാം. ആ അച്ഛാ, ഹലോ ഹലോ, സുഖല്ലേ? എന്താ പൈസയാ? അച്ഛൻ പൈസ വയ്ക്കാൻ വേണ്ടി വന്നത്. അച്ഛൻ ഞാൻ എല്ലാം കാണൂ, ഞാൻ പൈസ വയ്ക്കാനാണോ വരാപ്പോ? അല്ല അച്ഛാ, എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ സ്കിറ്റ് ഉണ്ടേ. അപ്പൊ സ്കിറ്റിന്ന് വെച്ചാൽ ഇപ്രാവശ്യം സാധാരണ ഈ വല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ളത്, ഇപ്രാവശ്യം അങ്ങനെയല്ല. അവർ തീം തരും. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും അവരാൾക്കാർ എന്താ ചെയ്തിരുന്നത്, ഇപ്പത്തെ കാലം അതും കൂടി ഉള്ള ഒരു അങ്ങനത്തെ ടൈപ്പ് സ്കിറ്റ് വേണം. രണ്ടും കാണിക്കണം ഇതിലുള്ള സ്കിറ്റ് വേണം. അതാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. കാരണം ഇപ്രാവശ്യത്തെ നമുക്കറിയാം, പക്ഷെ ഈ പഴയതൊന്നും അറിയണില്ല. അച്ഛാ എന്താ ചെയ്യാ? ആണോ? അച്ഛന്റെ ഹെൽപ്പ് ചെയ്യില്ലേ? നമുക്ക് ഇപ്രാവശ്യം സ്കിറ്റ് കണക്കാം. കൊറേ ടീംസ് ഉണ്ട്, ജയിക്കാൻ എളുപ്പമൊന്നും അറിയില്ല. അപ്പൊ അച്ഛൻ നല്ലൊരു ഐഡിയ എന്നാൽ അടിപൊളി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയാൽ നമുക്ക് സെറ്റ് ആക്കാം. അല്ലേ അച്ഛാ? ജയിക്കില്ല ഇപ്രാവശ്യം നമ്മള്? പിന്നല്ല. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ?